നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉടൻ തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം സമരം ഉദ്ഘാടനം ചെയ്തു. മേലെ പട്ടാമ്പിയിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത്. താലൂക്ക് കോമൺ ആശുപത്രി സജ്ജമാക്കിയ ഡയാലിസിസ് സെന്റർ ഉടൻ തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മേലെ പട്ടാമ്പി ചെർപ്പശ്ശേരി റോഡ് ജംഗ്ഷനിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു. ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കുള്ള മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിൽ കടന്നു വരുന്നത്. ചികിത്സ താലൂക്ക് ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. ഇത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളലിനും ഇടവരുത്തി. സംഘർഷഭരിതമായ അന്തരീക്ഷത്തിനും ഇത് ഇടവരുത്തി. തുടർന്ന് നടന്ന സമരം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. ഡയാലിസിസ് ആവശ്യമുള്ള രോഗികൾ ഉൾപ്പെടെയുള്ളവരോട് ചെയ്യുന്ന അനീതിയാണ് ഡയാലിസിസ് സെന്റർ തുറക്കാത്തതിലൂടെ അധികൃതർ നടത്തുന്നതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി. സർക്കാർ ആകെ നടത്തുന്ന ഡയാലിസിസ് സെന്ററുകളും ഞങ്ങളുടെ പാർട്ടി നടത്തുന്ന ഡയാലിസിസ് സെന്ററുകളും എടുത്ത് പരിശോധിച്ചാൽ ഞങ്ങൾ മുന്നിലാണ്. അത് രാഷ്ട്രീയമായി ഞങ്ങൾ പറയുന്ന ഒരു കാര്യമല്ല. പിന്നെ ഞങ്ങളിപ്പോൾ ഈ സമരം നടത്തുമ്പോൾ ഞങ്ങൾ ഈ സമരം കൊണ്ട് അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് കണക്കെ നാളെ ഈ സർക്കാർ ഇതൊക്കെ പരിഹരിക്കുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ പറഞ്ഞു, ഇത് പൂതലരിച്ച പ്രസ്ഥാനമാണ്, ഭരണം നിയന്ത്രിക്കുന്ന പ്രസ്ഥാനം പൂതലരിച്ച പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. പൂതലരിച്ചാൽ പിന്നെ ആ മരം എന്തിനാ പറ്റുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് കത്തിക്കാൻ പോലും ഉപകരിക്കാത്ത ഒരു സാധനമായി മാറുന്ന അവസ്ഥ. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ച പാരമ്പര്യം അവരിലില്ല. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയവൽക്കരിച്ച് പോകലാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇക്കാലത്തെയും സമീപനം. ഞങ്ങളുടെ സമീപനം പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. പിന്നെ ഇവിടെ സമരം പ്രഖ്യാപിച്ചു, ഇവിടെ മാർച്ച് വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ പ്രിയപ്പെട്ട MLA-ക്കുണ്ടായ ഉത്തേജനം അത് കുറച്ചു മുമ്പുണ്ടായിരുന്നുവെങ്കിൽ ഈ സമരമൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അംഗം MS സമദ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് E മുസ്തഫ അധ്യക്ഷനായിരുന്നു. KP വാപ്പുട്ടി, KP ജബ്ബാർ, മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ക്രമക്കേട് നടത്തിയവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്ത്. ഇതുമായി ബന്ധപ്പെട്ട് ഇരട്ടത്താപ്പ് നയമാണ് CPM സ്വീകരിക്കുന്നതെന്നും ക്രമക്കേട് നടത്തിയതിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ രചനാ മത്സരങ്ങളിൽ വിധികർത്താക്കൾ നൽകിയ ഗ്രേഡ് തിരുത്തിക്കൊണ്ടുള്ള ക്രമക്കേടാണ് നടത്തിയിരുന്നത്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന KPSCക്കായിരുന്നു പ്രോഗ്രാം കമ്മിറ്റിയുടെ ചുമതല. എന്നാൽ പ്രോഗ്രാം കമ്മിറ്റിക്കോ കോൺഗ്രസ് നേതാക്കൾക്കോ ഇക്കാര്യത്തിൽ പങ്കില്ലെന്നും ക്രമക്കേട് നടത്തിയവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ പട്ടാമ്പിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മികച്ച നിലയിലാണ് കലോത്സവം പ്രോഗ്രാം കമ്മിറ്റി നടത്തി വന്നിരുന്നത്. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കമ്മിറ്റിക്ക് യാതൊരുവിധ വീഴ്ചയും സംഭവിച്ചിട്ടില്ല. പുറത്തുനിന്നുണ്ടായ ഇടപെടലാണ് ഗ്രേഡ് തിരുത്തിയുള്ള ക്രമക്കേടിന് ഇടയാക്കിയതെന്നും ഇവർ സൂചിപ്പിച്ചു. ആ ക്രമക്കേട് നടത്തിയതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതും അതുപോലെ തന്നെ കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒക്കെ ആ നല്ല മനസ്സിന് എതിരായിട്ടുള്ള വികാരം ആരുണ്ടാക്കിയാലും ശക്തമായ നടപടികൾ എടുക്കണം എന്നാണ് ഞങ്ങൾ അതിനാവശ്യപ്പെടുന്നത്. പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന രീതിയിൽ എനിക്കോ കോൺഗ്രസ് അനുഭാവ അധ്യാപക സംഘടനയ്ക്കോ അത്തരം വിഷയങ്ങളിൽ യാതൊരു പങ്കുമില്ല. അത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളല്ല ഞങ്ങളാരും. വർഷങ്ങളായി കലോത്സവ വേദികളിൽ ഇത്തരം കമ്മിറ്റികളും ഒക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് അതിന് കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതിയിട്ട്
അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്ന നടപടികളാണ് ഈ അധ്യാപക സംഘടനയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒക്കെ പ്രവർത്തിക്കുന്നത്. ഇക്കാര്യത്തിൽ CPM നടത്തുന്ന സമരം ആഭാസമാണ്. ഇരട്ടത്താപ്പ് നയമാണ് CPM സ്വീകരിക്കുന്നത്. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ അഴിമതി നടത്തിയെന്നാണ് CPMന്റെ വാദം. ഇവർ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ക്രമക്കേടിന് പിന്നിലെന്ന് സംശയിക്കുന്നതായും തനിക്ക് നേരെയുള്ള ആരോപണങ്ങൾ തെളിയിക്കാൻ CPMനെ വെല്ലുവിളിക്കുന്നതായും DCC അംഗം നീലടി സുധാകരൻ പറഞ്ഞു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ എന്റെ പേരിൽ ആരോപണം ഉന്നയിച്ച ആളുകൾ ഒന്ന് ഓർക്കണം. ആ സ്കൂളില് അതിന്റെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് മുഴുവൻ സമയ സ്വാഗത സംഘം ചെയർമാൻ എന്നുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബേബി ഗിരിജയാണ്. ഇതിന്റെ എല്ലാ കമ്മിറ്റികളുടെയും ഉത്തരവാദിത്തമുള്ളത് സ്വാഗത സംഘ ചെയർമാനാണ്. ഞാൻ അതിന്റെ ഒരു സബ് കമ്മിറ്റിന്റെ ചെയർമാനാണ്. അപ്പൊ എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അതിലേറെ ഉത്തരവാദിത്തം ആ സ്വാഗത സംഘത്തിന്റെ ചെയർമാനാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. പിന്നെ ആ സ്കൂളിലെ PTA പ്രസിഡന്റ്, ഇതിന്റെ ഒക്കെ ആളിനാളായി നടക്കുന്നത് PTA പ്രസിഡന്റാണ്. PTA പ്രസിഡന്റ് എന്ന് പറയുന്നത് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി നേതാവാണ്. അതിലുള്ള ഈ സ്കൂളിനോട് എടപ്പുര ഹൈസ്കൂൾ വിഭാഗത്തിലെയും +2 വിഭാഗത്തിലെയും സജീവമായ പങ്കാളിത്തം വഹിക്കുന്ന ആളുകളൊക്കെ CPMന്റെ ആളുകളാണ്. അതിന്റെ ഇടയിൽ ഒരു സബ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള രീതിയിൽ എന്നെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് എന്തെങ്കിലും ഗൂഢലക്ഷ്യം അവരുടെ മനസ്സിലുണ്ട്. അപ്പൊ ഈ ആരോപണം ഉണ്ടാക്കുമ്പോൾ തന്നെ ഇവരെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള സമ്മർദ്ദബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ക്രമക്കേട് നടന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ക്രമക്കേട് മൂടിവെക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവര് എന്റെ പേര് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ എന്റെ പേരിൽ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആരോപണം തെളിയിക്കാൻ CPM ബാധ്യസ്ഥരാണ്. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണം. കലോത്സവ വിധി നിർണയത്തിൽ യാതൊരുവിധ പരാതികളും ഉണ്ടായിട്ടില്ല. പിന്നീട് ചിലർ നടത്തിയ തിരുത്തലുകളാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നതും സംശയിക്കുന്നതായും നേതാക്കൾ സൂചിപ്പിച്ചു. പൊതുമധ്യത്തിലെ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഈ സ്കൂളിനെതിരെ തിരിയുക. ഇപ്പൊ ഇതിനു മുമ്പ് ഇതുപോലെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച് UDFന്റെ ഒരു പൊതുയോഗം നടന്നതിന് മറുപടിയായിട്ട് അവർ പൊതുയോഗം വെച്ചപ്പോൾ തിരിച്ച് നമ്മളെ ഉന്നയിച്ച ആരോപണങ്ങൾക്കല്ല മറുപടി, പകരം ഈ സ്കൂളിനെതിരെ ആ സ്കൂളിൽ നിന്ന് നടന്ന കാര്യങ്ങൾ എന്നുവെച്ചാൽ ഇതിലൂടെ CPM മനസ്സ് വെക്കുന്നത് CPM ഇതിൽ വ്യക്തമായ ഡബിൾ റോൾ കളിക്കുക. പുറത്ത് ഈ സ്കൂളിനെ തകർക്കാനും അകത്ത് സ്കൂളിന്റെ ആളുകളായിട്ട് നിന്നുകൊണ്ട് ഒരു ഡബിൾ റോൾ കളിക്കുന്ന ഒരു സംഭവം CPM പൊതുവെ നിലനിൽക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ DCC അംഗം നീലടി സുധാകരൻ, മറ്റു നേതാക്കളായ VM മുസ്തഫ, PM രാജേഷ്, സുരേഷ് ബാബു തുടങ്ങിയവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. തൃശൂർ നെഹ്റു യുവകേന്ദ്രയുടെയും തളി നെഹ്റു സ്മാരക വായനശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ യുവജന ദിനാചരണത്തോടനുബന്ധിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള വിവിധ സേവനങ്ങളും പദ്ധതികളും എന്ന വിഷയത്തെക്കുറിച്ച് താലപ്പള്ളി ടൗൺ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ C പ്രേമലത ക്ലാസ് എടുത്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VG ദീപു പ്രസാദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് AV ശ്രീധരൻ അധ്യക്ഷനായിരുന്നു. വായനശാല സെക്രട്ടറി CK വിനോദ്, വൈസ് പ്രസിഡന്റ് TPA ഹമീദ്, P വാപ്പുട്ടി, U കവിതാലക്ഷ്മി, PS സന്ദീപ് എന്നിവർ സംസാരിച്ചു. കേരള സ്ക്രാപ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ പട്ടാമ്പി മേഖലാ സമ്മേളനം ബുധനാഴ്ച ഓങ്ങല്ലൂർ വാടാനംകുറിശ്ശിയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്ക്രാപ്പ് മർച്ചന്റ്സ് അസോസിയേഷന്റെ പട്ടാമ്പി മേഖലാ സമ്മേളനവും കുടുംബസംഗമവുമാണ് നാളെ വാടാനംകുറിശ്ശി YMTSS കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുന്നത്. രാവിലെ 10 മണിക്ക് രക്ഷാധികാരി KT അലിഹാജി പതാക ഉയർത്തുന്നതോടെ സമ്മേളനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് നടക്കുന്ന കുടുംബസംഗമം മുഹമ്മദ് മോഹസിൻ MLA ഉദ്ഘാടനം ചെയ്യും. വിവിധ കലാപരിപാടികളും ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. 2014 SMA എന്ന പ്രസ്ഥാനം നമ്മുടെ പട്ടാമ്പിയിൽ നിന്ന് രൂപീകരിക്കുകയും പിന്നീട് 2017 ജൂലൈ 20 ആലുവയിൽ വെച്ച് നടത്തിയ KSMA എന്ന പ്രസ്ഥാനം ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ 80 ചില്ലാനം മേഖലകളിലായി സമ്മേളനം നടത്തുകയാണ്. അത്രക്കും വിപുലീകരിച്ച ഒരു സംഘടനയാണ് കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ. അതിൻ്റെ പട്ടാമ്പി മേഖലാ സമ്മേളനം ഈ വരുന്ന 25/1/2025 വാടാനംകുറിശ്ശി MTS കൺവെൻഷൻ സെന്ററിൽ രാവിലെ 10 മണിക്ക് പതാക ഉയർത്തുന്നതോടുകൂടി അതിൻ്റെ തുടക്കം കുറിക്കുകയാണ്. വൈകുന്നേരം 7 മണിക്ക് വലിയ ഒരു കുടുംബസംഗമവും അതുപോലെ കലാവിരുദ്ധവും ഒരുക്കിയിട്ടുണ്ട്. അതിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പട്ടാമ്പി MLA മോഹസിൻ സാർ അവർകളാണ്. അതിൽ സംസ്ഥാനത്തെ നേതൃത്വവും അതുപോലെ തന്നെ ജില്ലാ നേതൃത്വവും വിവിധ മേഖലാ ഭാരവാഹികളും അണിചേരും.
സാമൂഹ്യ പ്രതിബദ്ധതയോടെയാണ് സംഘടന കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. 2014 ആരംഭിച്ച സംഘടന ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും വ്യാപിച്ചെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി മുത്തുമൗലവി, മേഖലാ പ്രസിഡന്റ് ടി മൊയിനുദ്ദീൻ, പി അലിമോൻ, വി സിദ്ദീഖ് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. മേഖലാ സമ്മേളനം കറക്റ്റ് കാലത്ത് 10 മണിക്ക് തന്നെ പതാക ഉയർത്തി മുഖ്യ രക്ഷാധികാരി KT ആന്റണി പതാക ഉയർത്തുന്നതോടുകൂടി ആരംഭിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മലപ്പുറം മുഹസിൻ MLA ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ മുഖ്യാതിഥികളായിട്ടും ഹെൽത്ത് ഇൻസ്പെക്ടർ പോലത്തെ മുഖ്യാതിഥികളായിട്ടും ഒക്കെ എത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം നിലവിലുള്ള ബോഡി പിരിച്ചു വിട്ടുകൊണ്ട് പുതിയ ബോഡി തിരഞ്ഞെടുക്കും. ഇത് കഴിഞ്ഞ് വൈകുന്നേരം 7 മണിക്കാണ് ആ കുടുംബസംഗമം എന്നുള്ള ഒരു മഹത്തായ പരിപാടി ഗാനമേളയും റിസൾട്ട് സദ്യയൊക്കെ ആയിട്ട് നടക്കുന്നത്. തളി നടുവട്ടം കാഞ്ഞിരത്താണി മഖാം ആണ്ടുനേർച്ചയ്ക്ക് തുടക്കമായി. ചൊവ്വ ബുധൻ ദിവസങ്ങളിലായാണ് നേർച്ച ആഘോഷിക്കുന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് സയ്യിദ് PTP തങ്ങൾ കൊടിയേറ്റി. മഹൽ ഖത്തീബ് ഉമർ സഖാഫി പ്രാർത്ഥന നടത്തി. മഹൽ പ്രസിഡന്റ് അബ്ദുൾ അസീസ് സ്വാഗതം പറഞ്ഞു. അൻവർ സാദത്ത് സഅദി അൽ അർഷദി മുഖ്യപ്രഭാഷണം നടത്തി. ബുർദ മജ്ലിസിനെ നജീബ് സഖാഫി കൂളിമുട്ടം, അനസ് മഹ്മൂദി കലൂർ, മിസ്ഹബ് സഖാഫി ചുമ്പറ്റ, ഹാഫിസ് സഖാഫി ചുമ്പറ്റ, റയീസ് നൂറാനി കട്ടിപ്പാറ എന്നിവർ നേതൃത്വം നൽകി. അലി നിസാമി തണ്ണിക്കടവ്, മരക്കാർ മുസ്ലിയാർ, മഹല്ല ജനറൽ സെക്രട്ടറി AC അബ്ദുൽ കരീം, വൈസ് പ്രസിഡന്റ് PM ഉമർ ഹാജി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചക്കരച്ചോറ് വിതരണവും നടന്നു. ബുധനാഴ്ച മൗലിദ് മജ്ലിസിനെ മഹൽ ഖത്തീബ് നേതൃത്വം നൽകും. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ ഭക്ഷണ കിറ്റ് വിതരണവും നടക്കും. ലൈബ്രറി കൗൺസിൽ തൃത്താല പഞ്ചായത്ത് സമിതി MT അനുസ്മരണം സംഘടിപ്പിക്കുന്നു. ജനുവരി 16 വ്യാഴാഴ്ച വൈകിട്ട് 4-ന് മേഴത്തൂർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ പ്രശസ്ത സാഹിത്യ സാംസ്കാരിക പ്രവർത്തകൻ ആലങ്കോട് ലീലാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗവുമായ A കൃഷ്ണകുമാർ സംസ്ഥാനതല ശാസ്ത്ര കലാമേളകളിൽ A ഗ്രേഡ് നേടിയ മേഴത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ അനുമോദിക്കും. മേഴത്തൂർ ഇരുപ്പക്കൊട്ടുകാവ് ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിവിധ ദിവസങ്ങളിലായി കലാപരിപാടികൾ അരങ്ങേറി. സമാപന ദിനത്തിൽ രാവിലെ ക്ഷേത്രകുളത്തിൽ ആറാട്ട്, തുടർന്ന് ഗ്രാമപ്രദക്ഷിണം എന്നിവ ഉണ്ടായി. വൈകിട്ട് വിവിധ ഗ്രാമീണ ആഘോഷ കമ്മിറ്റികളുടെ പൂരം വരവ് ക്ഷേത്രത്തിലെത്തി. ആന, വാദ്യമേളങ്ങൾ, പരമ്പരാഗത കലാരൂപങ്ങൾ എന്നിവ പൂരം വരവിനെ അകമ്പടിയേകി. തുടർന്ന് രാത്രി നടന്ന വിവിധ കലാപരിപാടികളോടെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമായി. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. പുലർച്ചെ ക്ഷേത്ര നട തുറന്ന് വിശേഷാൽ പൂജകൾക്ക് ശേഷം ഭക്തജനങ്ങൾ ഇലഞ്ഞിമരച്ചുവട്ടിൽ വലയം ചെയ്ത് തവിട് തുള്ളിക്കൽ വഴിപാട് നടത്തി. രാവിലെ മുതൽ തന്നെ 3 ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ തവിട് തുള്ളിക്കലിനായി ക്ഷേത്രസന്നിധിയിലെത്തി. ക്ഷേത്ര ഊരാളൻ കുഞ്ഞുണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 6-ന് നാടൻ വേലകളായ തിറ, പോതം എന്നിവ ക്ഷേത്രാങ്കണത്തിലെത്തി ഭഗവതിയെ പ്രദക്ഷിണം വെച്ച് രാത്രിയിൽ പറ കൂറയിടുന്നതിന്റെ ഭാഗമായ പാന നടത്തി. കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് 7-ന് ക്ഷേത്രമൈതാനത്ത് കഴകം നിർവഹിച്ചു പോരുന്ന രാമൻ നമ്പീശൻ, കൃഷ്ണൻ നമ്പീശൻ എന്നിവർക്ക് ശ്രീ മുലയമ്പറമ്പത്തമ്മ പുരസ്കാരം നൽകി. തുടർന്ന് രാത്രി കോഴിക്കോട് സൃഷ്ടി കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിച്ച നമ്മളെന്ന നാടകവും അരങ്ങേറും. പരിപാടികൾക്ക് കേന്ദ്ര പുരാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് മുരളി കുന്നത്തേരി, സെക്രട്ടറി ശ്രീജിത്ത് പടിഞ്ഞാറേമുക്ക്, ട്രഷറർ സുഷി ആലിക്കര, വൈസ് പ്രസിഡന്റ് ജയൻ, ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത്, മറ്റു കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് തൃത്താല. പട്ടാമ്പി നെടുങ്ങനാട് മുത്തശ്ശിയാർക്കാവിലെ മകരച്ചൊവ്വ ആഘോഷം ഭക്തിനിർഭരമായി. രാവിലെ തിരുപ്പുറത്ത് നിവേദ്യ സമർപ്പണത്തിൽ ആയിരങ്ങൾ പങ്കാളികളായി.
പട്ടാമ്പി നെടുങ്ങനാട് മുത്തശ്ശിയർക്കാവിൽ മകർച്ചൊവ്വ ആഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുപ്പുറത്ത് നിവേദ്യ സമർപ്പണം നടത്തിയത്. 1200 പരം അടുപ്പുകളിൽ അമ്മമാർ നിവേദ്യ സമർപ്പണം നടത്തി. ആദ്യ അടുപ്പിലേക്ക് ക്ഷേത്രതന്ത്രി അഴകത്തെ പരമേശ്വരൻ നമ്പൂതിരി അഗ്നി പകർന്നതോടെയാണ് തിരുപ്പുറത്ത് നിവേദ്യ ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് ഭക്ത നിവേദ്യ സമർപ്പണം ആരംഭിച്ചു. ഭക്തി നിർഭരമായ ചടങ്ങിലായിരുന്നു നിവേദ്യ സമർപ്പണം നടന്നത്. നിവേദ്യം ഒരു പട്ടാമ്പി നെടുങ്ങനാട് മുത്തശ്ശിയർക്കാവിലെ മകരച്ചൊവ്വ ആഘോഷത്തിന്റെ ഭാഗമായി തട്ടകത്തിലെ മുത്തശ്ശിമാർക്ക് യുവതലമുറയുടെ ആദരം. മാതൃവന്ദനം പരിപാടിയിലായിരുന്നു മുത്തശ്ശിമാർക്ക് ആദരം നൽകിയത്. പട്ടാമ്പി നെടുങ്ങനാട് മുത്തശ്ശിയർക്കാവിൽ മകർച്ചൊവ്വ മഹോത്സവത്തിന്റെ ഭാഗമായാണ് മാതൃവന്ദനം പരിപാടി സംഘടിപ്പിച്ചത്. തട്ടകത്തിലെ 5 ദേശങ്ങളിൽ നിന്നുമായി 10 അമ്മമാരെ ആദരിക്കുന്ന ചടങ്ങായിരുന്നു മാതൃവന്ദനത്തിലൂടെ നടത്തിയത്. കേന്ദ്ര സംസ്കൃത സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ഇന്ദിര പറക്കാട്ട് മുഖ്യ അതിഥിയായിരുന്നു. പേരാമംഗലം ശ്രീദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ സുരേഷ് കിള്ളിക്കുരിശുമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. ഒരുപക്ഷെ വൈദേശിക ആക്രമണകാരികൾ 12-13 നൂറ്റാണ്ടിൽ വരുന്നതിന് മുമ്പ് സാമ്പത്തികമായും സാംസ്കാരികമായും വൈജ്ഞാനികമായും എല്ലാ മേഖലയിലും ലോകത്തിൽ 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഒരു രാഷ്ട്രമായിരുന്നു ഭാരതം. പക്ഷെ അങ്ങനെയുള്ള ഒരു രാഷ്ട്രം അധപ്പതിച്ചു പോകാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചപ്പോൾ സ്വാമിജി ലോക ചരിത്രം മുഴുവനും പഠിച്ച മഹാജ്ഞാനിയായ സ്വാമിജി പറഞ്ഞു, ശക്തിയെ മറന്നതാണ് കാരണം. സ്ത്രീയെ അനാദരിച്ചതാണ് അതിന്റെ കാരണം. ഭാരതം എക്കാലവും സ്ത്രീയെ ആദരിച്ച നാടാണ്. നമ്മുടെ അറിവിന്റെ ആദ്യ ഈടുവെപ്പുകൾ തേടിപ്പോയാൽ, വേദോപനിഷത്തുക്കളുടെ കാലം തേടിപ്പോയി കഴിയുമ്പോൾ അവിടെയും ഉപനിഷത്തിലെ മന്ത്രദ്രഷ്ടാക്കളായ അനേകം ഋഷിമാരുടെ പട്ടികയില് ധാരാളം സ്ത്രീകളുടെ പേരുണ്ട്. കളമ്പാട്ടോടെയാണ് മകരച്ചൊവ്വ ഉത്സവത്തിന് സമാപനമായത്. ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങുകളിൽ പങ്കെടുത്തു. കൂറ്റനാട് എളവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ വിശേഷാൽ പൂജകളോടെ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ക്ഷേത്രം മേൽശാന്തി സജി നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ 8:30 നിവേദ്യ അടുപ്പുകളിലേക്ക് ശ്രീകോവിലിൽ നിന്നുള്ള ദീപം പകർന്നു നൽകി. തുടർന്ന് നൂറുകണക്കിന് ഭക്തജനങ്ങൾ ദേവിക്ക് പൊങ്കാല നിവേദ്യം അർപ്പിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ സന്തോഷ് പല്ലീരി, രവീന്ദ്രൻ ചെട്ടിയാരത്ത്, രേവതി വേണു, ശശിധരൻ മഠത്തിൽ, ഗിരീഷ് ചെടിയാരത്ത്, അഭിലാഷ്, ചന്ദ്രൻ CP, ശ്രീധര പണിക്കർ എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.